നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗമെന്ന് പറയുന്ന മഹനീയമായ അനുഗ്രഹങ്ങളുടെ ലോകത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. നരകമോചനം അത് ലഭ്യമാകുക എന്ന ലക്ഷ്യമാണ് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉള്ളത്. അതിന് ഒരേ ഒരു മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു സംസാരമുണ്ട്. ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്നിൽ നിന്നുള്ള സന്മാർഗം നിങ്ങൾക്ക് വന്നെത്തിക്കഴിയുമ്പോൾ ആ സന്മാർഗത്തെ ആരാണോ പിൻപറ്റുന്നത് ഫലാ ഖൗഫുൻ അലൈഹിം, അവർ ഭയപ്പെടേണ്ടതില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടതുമില്ല. ഞങ്ങളുടെ നേതാക്കന്മാരെയാണ്, ഞങ്ങളുടെ പ്രധാനികളെയാണ് ഞങ്ങൾ പിൻപറ്റിയത്. അല്ലാഹുവിനെ ഞങ്ങൾ പിൻപറ്റിയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ പിൻപറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെയൊക്കെ വഴിപിഴപ്പിച്ചു കളഞ്ഞു റബ്ബേ എന്ന് നരകത്തിൽ വെച്ചുകൊണ്ട് മനുഷ്യർ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വർഗത്തിലേക്ക് എത്താനുള്ള ഒരേ ഒരു കാരണം, സ്വർഗത്തിലേക്ക് എത്തുവാനുള്ള ഒരേ ഒരു മാർഗം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ പകർത്തലാണ്. അതിനെ വിശദീകരിക്കാൻ വന്ന നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളെ ചേർത്ത് പിടിക്കലാണ്. അവിടുന്ന് പഠിപ്പിച്ച ഹറാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന്റെ എണ്ണമറ്റ അനുഗ്രഹങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ബുദ്ധിയും വിവേകവും നൽകി എന്നുള്ളത്. ആ ബുദ്ധിയെ ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനവും ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടായിക്കൂടാ. ആ ബുദ്ധിയെ മൂടുന്ന, ആ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒരിക്കലും ഒരു വിശ്വാസി ഉപയോഗിച്ചുകൂടാ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ കാര്യങ്ങളെ എണ്ണിയ സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് മദ്യം ഹറാമാക്കിയിരിക്കുന്നു, ലഹരി നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നു. ഒരു നിലക്കും ലഹരിയുമായി ബന്ധപ്പെടാൻ ഒരു വിശ്വാസിക്കും അനുവാദമില്ല. ഇത് പഠിപ്പിച്ചത് ലോകത്തിന്റെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മൾ പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമ് തന്നെയാണ്. ലഹരി ഉണ്ടാക്കുന്ന എല്ലാം തന്നെയും ഹറാമ് തന്നെയാണ്. അത് കുടിക്കുന്നതായാലും, അത് കുത്തിവെക്കുന്നതായാലും, അത് നുണയുന്നതായാലും, അത് മണക്കുന്നതായാലും, ഏത് നിലക്കും ലഹരിയെ ഉപയോഗിക്കാൻ ഒരു വിശ്വാസിക്ക് അനുവാദമില്ല. ലഹരിയെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, ആ ലഹരിയുമായി ബന്ധപ്പെടാൻ പോലും ഒരു വിശ്വാസിക്ക് അനുവാദമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലഅനല്ലാഹുൽ ഖംറ, ലഹരിയെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്, ലഹരിയെ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വആശിറഹാ, ആ ലഹരിയെ ഉണ്ടാക്കുന്നതും അല്ലാഹു ശപിച്ചിട്ടുണ്ട്, ഉണ്ടാക്കുന്നവനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വമുഅ്തസിറഹാ, അതിനെ ബോട്ടിലാക്കുന്നവനെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വഹാമിലഹാ, അതിന്റെ കരിയർമാരായി പോകുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വൽ മഹമൂലതു ഇലൈഹി, ആരിലേക്കാണോ ലഹരി നിങ്ങൾ കൊണ്ടുപോകുന്നത് അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിട്ടുണ്ട്. മാത്രമല്ല വആകിലു സമനിഹാ, ആ ലഹരി വിറ്റ് കിട്ടുന്ന പണം ഭുജിക്കുന്നവരെയും ആ പണം ഭക്ഷിക്കുന്നവരെയും അല്ലാഹു ശപിച്ചിട്ടുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ലഹരിയുമായി ഒരു ബന്ധവും ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പത്രങ്ങൾ എടുത്തു നോക്കിയാൽ, ദൃശ്യമാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ, മുസ്ലിം നാമധാരികളായ ആളുകളും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പല കേസുകളിലും അവർ പിടിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമെന്ന് പറഞ്ഞ, ഒരിക്കലും എടുക്കാൻ പാടില്ലാത്ത, അതുമായി ബന്ധപ്പെട്ടു പോകാൻ പോലും പാടില്ലാത്ത ലഹരിയാണ്. ആ ലഹരി അത് വലിക്കുന്നതും അതും ഗൗരവം തന്നെയാണ്, അത് വിൽക്കുന്നതും ഗൗരവം തന്നെയാണ്. മാത്രമല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്നത് എന്താണ്? ത്വയ്നത്തുൽ ഖബാലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവർക്ക് നാളെ പരലോകത്ത് നൽകുന്നത് ത്വയ്നത്തുൽ ഖബാലാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമാ ത്വയ്നത്തുൽ ഖബാൽ യാ റസൂലല്ലാഹ്, അല്ലയോ പ്രവാചകരെ എന്താണ് ത്വയ്നത്തുൽ ഖബാൽ? എന്താണ് നബിയെ ത്വയ്നത്തുൽ ഖബാൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഗർഖു അഹ്ലുന്നാർ വഉസാറത്തു അഹ്ലുന്നാർ. നരകാവകാശികളായ ആളുകൾ അവരുടെ ശരീരം വെന്തുരുകിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ഉരുകിയൊലിക്കുന്ന പാനീയമില്ലേ, അവരുടെ ഗുഹ്യാവയവങ്ങളിലൂടെ അവരുടെ ശരീരത്തിന്റെ ബാഹ്യവും ആന്തരികമായ അവയവങ്ങള് അതെല്ലാം ഇങ്ങനെ അതേ നരകത്തിൽ വെച്ചുകൊണ്ട് അതിങ്ങനെ കരിഞ്ഞ് അതിന്റെ ആ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകം, ആ ദ്രാവകമാണ് അവന് കുടിക്കാൻ കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ദുനിയാവിൽ ആളുകൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആരോഗ്യം നശിക്കുന്നു എന്ന് മാത്രമല്ല, നാളെ പരലോകത്ത് ചെന്നാൽ സഹിക്കാൻ കഴിയാത്ത ശിക്ഷകളാണ് അവരെ കാത്തിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ആ വെള്ളം നരകത്തിൽ നിന്നുള്ള അതിശക്തമായ ദാഹം നിമിത്തം, അതിന്റെ ചൂട് നിമിത്തം അവൻ ദാഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖുർആൻ പറയുകയാണ്, യതജറഉഹു വലാ യകാദു യുസീറുഹു വയതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. അവൻ കൊടുപിടെ ആ പാനീയം കുടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാ യകാദു യുസീറുഹു അതവന്റെ തൊണ്ടയിൽ നിന്ന് അറക്കാൻ അവന് കഴിയില്ല. നാല് ഭാഗത്തു നിന്നും മരണം അവനിലെ പിടികൂടുന്നത് പോലെ അവൻ അനുഭവപ്പെടുകയാണ്. പക്ഷേ മരണം അവിടെ സംഭവിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. ഏറ്റവും സുപ്രധാനമായ കാര്യം എന്താണെന്ന് അറിയുമോ? എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശമുണ്ട്. അവ്വലുർ റസൂൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അതുപോലെ തന്നെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പഠിപ്പിച്ച ആദർശമുണ്ട്. അത് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ആദർശമാണ്. അതാണ് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാ മുഅ്മിനുകളായ ആളുകൾ അവന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുകയാണ്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ പ്രഖ്യാപനം ഒരു വിശ്വാസി നിർബന്ധമായും 17 തവണ അവന്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവൻ പ്രഖ്യാപിക്കുകയാണ്. ആരാധനകളുടെ മുഴുവൻ വശങ്ങളും റബ്ബിലേക്ക്, നേർച്ചകളും വഴിപാടുകളും റബ്ബിലേക്ക്, അത് പഠിപ്പിക്കാൻ ആ മുഴുവൻ പ്രവാചകന്മാരും കടന്നു വന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ റബ്ബല്ലാത്തവരോട് തേടിക്കൂടാ, റബ്ബല്ലാത്തവരിലേക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിച്ചുകൂടാ, റബ്ബല്ലാത്തവരിലേക്ക് തവക്കുലാക്കിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്, വളരെ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. പ്രാർത്ഥനകൾ മുഴുവൻ റബ്ബിലേക്ക് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അതേ ധാരാളക്കണക്കിന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനകളുണ്ട്. എല്ലാ പ്രാർത്ഥനകളും റബ്ബിനോട് തന്നെ, എല്ലാ പ്രാർത്ഥനകളും റബ്ബന അല്ലാഹുമ്മ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാ. പ്രിയമുള്ളവരെ, പ്രവാചകന്മാരുടെ പ്രാർത്ഥനയാണ്. ഹദീസുകളിൽ ധാരാളക്കണക്കിന് പ്രാർത്ഥനകളുണ്ട്. എല്ലാം പ്രപഞ്ചത്തിന്റെ അധിപനായ റബ്ബിനോട് മാത്രമാണ്. ഏതെങ്കിലും ഒരു സൃഷ്ടിയോട് തേടിയ ഒരു പ്രാർത്ഥനയുടെ അംശം പോലും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണിക്കാൻ സാധ്യമല്ല, ഹദീസുകളിൽ കാണിക്കാൻ സാധ്യമല്ല. പ്രവാചകന്മാരുടെ പ്രാർത്ഥന റബ്ബിനോട്, അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ റബ്ബിനോട്, ഔലിയാക്കളുടെ പ്രാർത്ഥനകൾ റബ്ബിനോട്, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനകൾ റബ്ബിനോട്. ഇതല്ലേ പ്രവാചകന്മാർ മുഴുവൻ പഠിപ്പിച്ചു പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ ഒരേ ഒരു വാക്ക്, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും പ്രധാനമായി കൊണ്ട് ജനങ്ങളെ പഠിപ്പിച്ചതാണ് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ഏറ്റവും സുപ്രധാനമായ തൗഹീദിന്റെ വചനം. എന്തുകൊണ്ടാ
ഇത് പഠിപ്പിച്ചത്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ് ശിർക്ക് എന്നുള്ളത്. റബ്ബല്ലാത്തവരിലേക്ക് പ്രാർത്ഥനകൾ വഴിമാറുക എന്നുള്ളത്, റബ്ബല്ലാത്തവരിലേക്ക് നേർച്ചകൾ അർപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ, അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗ്ഗം അല്ലാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകം തന്നെ, അവന്റെ സങ്കേതം നരകം തന്നെയാണ്. വിശുദ്ധ ഖുർആൻ സ്വർഗ്ഗം ഹറാമെന്ന് പറഞ്ഞ ഒരേ ഒരു ഗൗരവമായ തിന്മയാണ് റബ്ബല്ലാത്തവരിലേക്ക് ആരാധനകൾ വഴിമാറിപ്പോവുക എന്നുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആരെങ്കിലും റബ്ബിൽ പങ്കുചേർക്കുന്നവനാണെങ്കിൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അത് പൊറുക്കാത്ത പാപം തന്നെയാണ്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഗൗരവത്തിൽ ഇത് പഠിപ്പിക്കുന്നത്. ജീവിതത്തിന്റെ ഏതേത് രംഗങ്ങളിലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ട്. അവൻ പാദരക്ഷകൾ എങ്ങനെയാ ധരിക്കേണ്ടത്, ആദ്യം ഏതുകാലാ ധരിക്കേണ്ടത്, ടോയ്ലറ്റിലേക്ക് എങ്ങനെയാ പ്രവേശിക്കേണ്ടത്, എങ്ങനെയാ പുറത്തു വരേണ്ടത്, എങ്ങനെയാ വസ്ത്രം ധരിക്കേണ്ടത്, എങ്ങനെയാ കിടക്കപ്പായിൽ പോയി കിടക്കേണ്ടത്, എങ്ങനെയാ ഉണരേണ്ടത് എന്ന് തുടങ്ങിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിമുടി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അതിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. നാളെ നരകത്തിലേക്ക് മനുഷ്യരെ കൂട്ടം കൂട്ടമായി നയിക്കുമ്പോ ആ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നില്ലായിരുന്നുവോ? ഈ നരകം പോലെയുള്ള ഇതുപോലെയുള്ള തീജ്വാലകളുടെ നരകം നിങ്ങളിലേക്ക് കടന്നു വരുമെന്ന് അതാ നാളെ പരലോകത്തിലുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രവാചകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? ഉത്ബോധകന്മാർ നിങ്ങൾക്ക് വന്നില്ലായിരുന്നുവോ? നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്ന മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യമാണ്. അവർ മറുപടി പറയുന്നത് എന്തെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبനാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. പക്ഷേ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല, ഞങ്ങളത് കേൾക്കാൻ തയ്യാറായില്ല, ഞങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതിന് മുഴുവൻ ഞങ്ങൾ കളവാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു പുതിയതായൊന്നും ഇറങ്ങിയിട്ടില്ല, ഞങ്ങളുടെ പൂർവ്വപിതാക്കളായി പലതും ഞങ്ങൾ കണ്ടതുണ്ട്, അത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അതിന് മുഴുവൻ ഞങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് നരകത്തിലേക്ക് വീഴുന്ന സന്ദർഭത്തിലതാ ഓരോ മനുഷ്യരും പറയുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തെറ്റിദ്ധരിച്ചു പോയ ആളുകളായിരിക്കാം പലരും, തെറ്റിദ്ധരിച്ചു പോയ പലരുമായിരിക്കാം. പ്രിയമുള്ളവരെ കേൾക്കണേ, നമ്മൾ ഓരോരുത്തരും പഠിക്കണേ ഇസ്ലാം എന്താണ് എന്ന്, വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ അറിയണേ, തിരുസുന്നത്ത് എന്താണ് എന്ന് നമ്മൾ അറിയണേ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ പിൻപറ്റണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.